يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ സൗദി അറേബ്യ എന്ന രാജ്യത്തെ കേന്ദ്രീകരിച്ച് ഹജ്ജ് എന്ന കർമ്മത്തെ ലക്ഷ്യമാക്കി ഇന്നലെ അറഫ മൈതാനിയിൽ അവർ സംഗമിക്കുകയുണ്ടായി. അവരുടെ ഇബാദത്തുകളും പ്രാർത്ഥനകളും നിയ്യത്തുകളും എല്ലാം അല്ലാഹുവിലേക്ക് അവർ സമർപ്പിച്ചു. ഹജ്ജിന്റെ കർമ്മങ്ങൾ അവരങ്ങ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദുൽഹിജ്ജ 9 യൗമു അറഫ, അറഫാ ദിനം, അതുപോലെ തന്നെ സൗമു അറഫ, അറഫാ നോമ്പ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതടിസ്ഥാനത്തിലെല്ലാം നമ്മൾ സ്വായിമീങ്ങളാണ്, നോമ്പുകാരാണ്. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പും കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അറഫാ ദിനത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ദുൽഹിജ്ജ 9 അറഫ എന്ന് പറയുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യവുമുണ്ട്. ഹജ്ജിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ. കാരണം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. അതിന്റെ മർമ്മം, അതിന്റെ പ്രധാന ഭാഗം അറഫയാണ്. ഫമൻ അദ്റക അറഫ ഫഖദ് അദ്റകൽ ഹജ്ജ്, ആ അറഫ ആർക്ക് ലഭിച്ചുവോ അവന് ഹജ്ജ് കിട്ടി.
അത്രയും പ്രാധാന്യത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരായിരിക്കണം. നോക്കൂ, അറഫ ദിനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യൗമു അറഫ യൗമുൽ മുബാഹാത്ത്. അറഫ ദിവസം എന്ന് പറയുന്നത് അഭിമാനത്തിന്റെ ദിവസമാണ്. ഖീല, പ്രവാചകനോട് ചോദിച്ചു സഹാബത്ത്, വമാ യൗമുൽ മുബാഹാത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അഭിമാനത്തിന്റെ ദിവസം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൻസിലുല്ലാഹു തബാറകർ റഹ്മാൻ ഫി യൗമി അറഫ ഇല സമാഇ ദുനിയാ. അല്ലാഹു അറഫ ദിവസം ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. യദ്ഉ മലായികതഹു, എന്നിട്ട് മലക്കുകളെ വിളിച്ച് അല്ലാഹു പറയും, ഉൻദുറൂ ഇലാ ഇബാദി, ഈ അറഫ മൈതാനിയിൽ സംഗമിച്ച എന്റെ അടിമകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. ഒരുപാട് പണം ചെലവഴിച്ച് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ലക്ഷ്യം ഞാൻ യാഥാർത്ഥ്യമാക്കി കൊടുത്തു. ഒരുപാട് പ്രയാസങ്ങൾ താണ്ടിക്കൊണ്ട് ആയുസ്സിനെ ഒന്നും വകവെക്കാതെ ഈ അറഫ മൈതാനിയിൽ വന്നെത്തിയ ആളുകളിലേക്ക് മലായികത്തുകളോട് നോക്കാൻ വേണ്ടി പറയുകയാണ്. പൊടി പുരണ്ട് ചളിയ, അതുപോലെ തന്നെ പൊടിയാറുന്ന ശരീരത്തോടു കൂടി പ്രയാസപ്പെട്ട് അറഫയിലെത്തിയ ആളുകളാണ്. നടന്നുകൊണ്ടും അതുപോലെ തന്നെ മലമ്പാതകൾ താണ്ടിക്കൊണ്ടും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വാഹനത്തിലൊക്കെ കടന്നു വന്ന ആളുകളാണവർ. ആ അറഫയിൽ അതല്ലെങ്കിൽ ഹജ്ജിന് പോയ ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നമുക്കും ആഗ്രഹമില്ലേ ഹജ്ജ് നിർവഹിക്കാൻ? നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാകും, ഉംറ ചെയ്ത ആളുകൾ ഉണ്ടാകും. നമ്മൾ എല്ലാ ദിവസവും തിരിഞ്ഞു നിൽക്കുന്നത് ആ ഖിബലയിലോട്ടാ, കഅബയിലോട്ടാ. ആ കഅബ ഒന്ന് നമുക്ക് നേരിട്ട് കാണാൻ എത്ര ആഗ്രഹമുണ്ട്. എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവിടെ എത്തിയത്. നമുക്കറിയാം, പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ സജീവമായി വന്നൊരു വാർത്തയാണ്, ലിബിയക്കാരനായ ആമിർ ഹജ്ജിന് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നു. വൈകിയ കാരണം അദ്ദേഹത്തെ അലോഡ് ചെയ്യൂല എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് പൊങ്ങി. യന്ത്രത്തകരാറ് മൂലം വീണ്ടും ഫ്ലൈറ്റ് ഇറക്കുകയാണ്. വീണ്ടും അദ്ദേഹം യാചിച്ചു, എന്നെ അതിൽ കൊണ്ടുപോകണം. ഇല്ല, വീണ്ടും ആ ഫ്ലൈറ്റ് ഉയർന്നു. വീണ്ടും ആ ഫ്ലൈറ്റ് താഴേക്ക് ഇറക്കി. വീണ്ടും യന്ത്രത്തകരാറ് വന്നു. അങ്ങനെ അവസാനം പൈലറ്റിന്റെ നിർദ്ദേശപ്രകാരം, അവിടുത്തെ ചില ആളുകളുടെ നിർദ്ദേശപ്രകാരം ആമിറിനെയും കൂട്ടി മാത്രമേ ഇനി യാത്ര ചെയ്യുകയുള്ളൂ. ആമിറിനെ കൂട്ടി യാത്ര ചെയ്തു. ആ ഫ്ലൈറ്റ് ഒരു അപകടമില്ലാതെ സൗദി അറേബ്യയിൽ എത്തി അദ്ദേഹം ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ തടുക്കാൻ ലോകത്താർക്കും സാധ്യമാകുകയില്ല. അല്ലാഹുവിന്റെ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കഅബാലയത്തിലേക്കും കഅബയുടെ മന്ദിരത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വിളംബരം നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളിയുടെ ഉത്തരം ആരേറ്റെടുത്തോ അതിനെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ അതിഥികളാണ്. അങ്ങനെ ആ അറഫയിലെത്തിയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് പറയും, ബുഇസ്തു ഇലൈഹിം റസൂല, അവരിലേക്ക് ഞാൻ ഒരു റസൂലിനെ അയച്ചിരുന്നു. ആമനൂ ബിഹി, അവർ അതിൽ വിശ്വസിച്ചു, ആ പ്രവാചകനിൽ. ബുഇസ്തു ഇലൈഹിം കിതാബൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രന്ഥം അവതീർണമാക്കി. വസദ്ദഖൂ ബിഹി, അതിൽ സത്യപ്പെടുത്തി അവർ. യസ്അലൂനി അൻ യഅതിഖഹും മിനൻ നാർ, ഇവിടെ സംഗമിച്ച ഹാജിമാർ എന്നോട് ആവശ്യപ്പെടുന്നത് നരകമോചനമാണ്. അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം നരകമോചനം, സ്വർഗപ്രവേശനമാണ്. എങ്കിൽ ഫഖദ് അഅതഖഹും,
അവർക്ക് ഞാൻ നരകമോചനം സാധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് മലായികത്തുകളോട് ഹാജിമാരെ കുറിച്ച് പറയാം. നോക്കൂ നിങ്ങൾ, ആ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ആ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. നമ്മുടെ ബാധ്യത എന്താ? വെറും പെരുന്നാളിന്റെ പർച്ചേസ് എന്ന് പറഞ്ഞ അങ്ങാടിയിലൊക്കെ തെണ്ടി നടക്കല് മാത്രമല്ല, ഇന്നത്തെ ദിവസം നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അറഫയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യേണ്ട വ്യക്തിയായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കേണ്ട വ്യക്തിയായിരിക്കണം, സ്വതക്ക നിർവഹിക്കേണ്ട വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുദ് ദുആഇ അഫ്ദലുദ് ദുആഇ ദുആഉ യൗമ അറഫ. ഏറ്റവും ഖൈറായ, ഏറ്റവും പ്രതിഫലാർഹമായ പ്രാർത്ഥന ഏതെന്നറിയുമോ? അത് അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. നോക്കൂ, ഹാജിമാർ, അവർക്കിടയിൽ പ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും ജോലി ചെയ്യുന്ന മേഖലകൾ വ്യത്യാസമുണ്ട്, തറവാട് വ്യത്യാസമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിൽ ആ ഇഹ്റാമിന്റെ ഡ്രസ്സിൽ മാത്രം വ്യത്യാസങ്ങളില്ല. 2 കഷണം തുണികൾ മാത്രം അവരുടെ ശരീരത്തിൽ അവർ പുതഞ്ഞിരിക്കെ ആർക്കും ഒരു പ്രയോറിറ്റി ഇല്ല, മുൻഗണനയില്ല. സമ്പത്തുള്ളവർ മുന്നിൽ അങ്ങനെയില്ല. അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെ വെച്ച് ഇരുകരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അവരെന്ത് പ്രാർത്ഥിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. എന്നാൽ ആ അറഫ ദിവസം എന്ന് പറയുന്നത് ഹാജിമാർക്ക് മാത്രമുള്ളതല്ല. അതിന്റെ പ്രത്യേകതയും പ്രതിഫലവുമെല്ലാം നമുക്കും അല്ലാഹു നൽകുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ നിന്ന് ഓരോ പ്രാർത്ഥനയും നമ്മൾ ഉയർത്തേണ്ടത്. നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹുവിനോട് പറയാൻ പറ്റുന്ന ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഇന്നത്തെ ദിവസമാണ്. മാമിൻ യൗമിൻ അക്സറ മിൻ അയ്യഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമ അറഫ. അല്ലാഹു ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന അശിയത അറഫ. അറഫ ദിവസത്തിൽ ഞാനും അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും ഖൈറായ വാചകം ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയുന്ന, അല്ലാഹുവിന്റെ തൗഹീദ് വിളിച്ചു പറയുന്ന ഒരു വാചകമാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, അധികാരം അവനാണ്. വലഹുൽ ഹംദ്, സ്തുതി അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കഴിവും ആ റബ്ബിനാണ്, ആ രക്ഷിതാവിനാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ഞാനും മറ്റു പ്രവാചകന്മാരും അറഫ ദിവസത്തിൽ കൂടുതലായി ഉച്ചരിച്ച വാക്കുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരുപാട് അഭിപ്രായമുണ്ടെങ്കിലും അറഫ എന്ന് എങ്ങനെ പേര് വന്നതെന്നറിയുമോ? നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയെയും പുറത്താക്കപ്പെട്ടു. لأن ആദം അലൈഹി ഇസ്ലാം ലമ്മ അഹ്ബത മിനൽ ജന്ന, അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ഭൂമിയിൽ എവിടെ വെച്ചാണ് അവർ ആദ്യം കണ്ടുമുട്ടിയത്? التقيا في ذلك المكان فعرفها وعرفته. ഇന്ന് ഹാജിമാർ സംഘടിക്കുന്ന, ഇന്നലെ സംഗമിച്ച അറഫ മൈതാനിയിൽ വെച്ചാണ് പരസ്പരം ആദം അലൈഹിസ്സലാം ഹവ്വാ ബീവി പരസ്പരം കണ്ടുമുട്ടുന്നത്. ഒരഭിപ്രായം അതാണ്. അറഫ എന്ന വാക്കിനർത്ഥം പരസ്പരം തിരിച്ചറിയാന്നുള്ളത് അറബി ഭാഷയിൽ. അറഫ, ആദം നബി അലൈഹിസ്സലാം ഇത് ഹവ്വയാണെന്ന് തിരിച്ചറിഞ്ഞു.
ഹവ്വാ ബീവി ഇത് ആദമാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ അറഫ എന്ന പേര് വരാനുള്ള കാരണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അറഫയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജാണ്, വിടവാങ്ങൽ പ്രസംഗമാണ്. ലോകത്ത് ഒരാൾ ഖുർആൻ പഠിച്ചിട്ടില്ല എങ്കിലും, പ്രവാചകന്റെ ഹദീസ് പഠിച്ചിട്ടില്ല എങ്കിലും, പ്രവാചകന്റെ ജീവിതം മുഴുവനായി വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും, അവൻ പ്രവാചകന്റെ അറഫാ ദിനത്തിലെ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കിയാൽ, ഒന്ന് കേട്ടു നോക്കിയാൽ, അതിന്റെ ആശയം ഉൾക്കൊണ്ടാൽ ആ പ്രവാചകൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാകും. മാനവികതയുടെ സന്ദേശം പകർന്ന ഒരു പ്രസംഗമായിരുന്നു സഹോദരങ്ങളെ അറഫാ ദിവസത്തിലെ പ്രസംഗം എന്ന് പറയുന്നത്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ മിന്നി. അവിടെ പ്രവാചകന്റെ സഹാബത്താണ് പ്രവാചകന്റെ കൂടെ ഒരുമിച്ച് കൂടിയത് എങ്കിൽ അവരെ മാത്രം അഭിസംബോധന ചെയ്തല്ല 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അറഫ പ്രസംഗം നടത്തിയത്. അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതൊരാളിത് വായിക്കുമ്പോഴും എന്നോടാണ് പ്രവാചകൻ ഇത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ. ഇസ്മഉ മിന്നി, എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി അൽഖാകും ബഅദ ഹാമി ഹാദാ വഫി മൗഖിഫി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഈ അറഫയിൽ വെച്ച്, സ്ഥലത്ത് വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല. പ്രവാചകന്റെ മരണത്തിന്റെ സൂചനയായിരുന്നു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത ഹജ്ജിന് മുമ്പ് വഫാത്തായി. എന്നിട്ട് പറഞ്ഞു അയ്യുഹന്നാസ്. അവിടൊക്കെ ശ്രദ്ധിക്കണം, സഹാബത്തെ എന്നല്ല, അയ്യുഹന്നാസ്, ജനങ്ങളെ. അല്ല, നിങ്ങൾ അറിയണം, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഒരാളാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ. ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ അല്ലാഹുവിന്റെ അടുക്കൽ പ്രാധാന്യമില്ല. അറബിയാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വെളുത്തവനാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വലിയവനാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സമ്പത്തുള്ളവനാണെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു അറബിക്ക് അറബിയേക്കാളും പ്രത്യേകത വരില്ല. എന്തുകൊണ്ടല്ലാതെ? ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ആർക്കാണോ തഖ്വയുള്ളത്, ആർക്കാണോ സൂക്ഷ്മതയുള്ളത്, അവൻ വിജയിക്കുമെന്ന പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ ആദ്യ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ആ തഖ്വ പാലിച്ച ആളുകൾക്കാണ് വഅദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. സ്വർഗം സത്യവിശ്വാസികളായ മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആ തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരലോക മോക്ഷം കൈവരിക്കാൻ സാധ്യമാകൂ എന്ന പ്രവാചകന്റെ ആദ്യ ഉപദേശം. അതുപോലെ തന്നെ ഫഇന്ന ദിമാഅകും വഅംവാലുകും വഅറാബകും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൂ റബ്ബകും കഹുർമതി യൗമികും ഹാദാ വഫീ ശഹരികും ഹാദാ വഫീ ബലദികും ഹാദാ. നിങ്ങളുടെ ഈ നാടിനും ഈ മാസത്തിനും ഈ ദിവസത്തിനും ഏത് പ്രകാരം നിങ്ങൾ ആദരവ് കൽപ്പിക്കുന്നുവോ അതേ പ്രകാരം നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടും വരെ നിങ്ങളുടെ അഭിമാനവും ധനവും പരസ്പരം കയ്യേറുന്നത് നിങ്ങൾക്കിതാ നിഷിദ്ധമാക്കിയിരിക്കുന്നു. പരസ്പരം ധനം നിങ്ങൾ കയ്യേറാൻ പാടില്ല, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസത്തിലെ ഹജ്ജത്തുൽ വിദാ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു വഇന്ന കുല്ലു റിബാ മൗദൂഉൻ, പലിശ ഇടപാടുകൾ ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. വലക്കും റൂസു അംവാലിക്കും ലാ തുദ്ലമൂന വലാ തുദ്ലമൂൻ വഇന്ന റിബാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലുഹു. ഞാൻ ഒന്നാമതായി ദുർബലപ്പെടുത്തുന്നത് എന്റെ പുത്രനായ അബ്ബാസിന് കിട്ടാനുള്ള പലിശയാണ്. നോക്കൂ നിങ്ങൾ, പലിശയുടെ ഗൗരവം ഹജ്ജത്തുൽ വിദാഇലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ ആരാ? വിദ്യാഭ്യാസ ലോൺ, അതുപോലെ തന്നെ കാർഷിക ലോൺ, ഭവന വായ്പ,
അതുപോലെ തന്നെ എന്തിനും ഇന്ന് ലോൺ എടുക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ്. പലിശയുടെ ഗൗരവത്തെ പറ്റിയും അതുപോലെ തന്നെ സഹോദരങ്ങൾ അതിന്റെ ശിക്ഷയെ പറ്റിയും മുന്നേ ഖുതുബയിലൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും ചെറിയ പാപമെന്ന് പറയുന്നത് തന്റെ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അറിഞ്ഞുകൊണ്ട് പരീക്ഷയുടെ മുതൽ ഒരാൾ ഭക്ഷിച്ചാൽ 36 തവണ വ്യഭിചരിച്ച ആളെ പോലെയാണെന്ന് പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തെയാണ് അന്ന് പ്രവാചകനെ പറയാനുള്ള ആ വിദായിലൂടെ പ്രവാചകൻ ഉണർത്തിയത്. ആദ്യമായിട്ട് ഞാൻ ദുർബലപ്പെടുത്തുന്നത് എന്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശയാണ്. വീണ്ടും പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നൻ നിസാഅ ഇൻദകും അവാൻ അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാ വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ വലകും അലൈഹിന്ന ഹഖ്. നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്കുള്ള പോലെ തന്നെ നിങ്ങൾക്ക് അവരോടും ബാധ്യതകളുണ്ട്. നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണം. അവരുടെ അവകാശങ്ങൾ കൃത്യമായി നിങ്ങൾ നൽകണം. നിങ്ങളോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാർ, സഹോദരിമാർ, ഉമ്മമാർ. സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് സ്ത്രീകൾക്ക് വില നൽകാത്ത, അവരുടെ അവകാശങ്ങളെല്ലാം ഹനിക്കപ്പെടുന്ന, സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സ്ത്രീയെ പറ്റി പ്രവാചകൻ ആ ഖുതുബയിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശയം ഉൾക്കൊള്ളണം. അവരോട് മാന്യത കാണിക്കണം. അവർക്കുള്ള അവകാശങ്ങൾ കൃത്യമായി നമ്മൾ നൽകണം. നമ്മുടെ ഏൽപ്പിച്ച മാനത്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഈ ഒരു പ്രവാചകൻ കടന്നു വരാനില്ല. ഞാനാണ് അവസാനത്തെ ഖാത്തിമുൽ അംബിയാ. അതിനുശേഷം ആര് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് കടന്നു വന്നാലും ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഈ ഒരു പ്രവാചകനും കടന്നു വരാനില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തന്നിരിക്കുന്നു. വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ചതിന് ശേഷം, പ്രവാചകൻ ഓരോ കാര്യങ്ങളും പറഞ്ഞവസാനിപ്പിച്ചതിന് ശേഷം ഇന്ന കാര്യം ദീനിലുള്ളതാണെന്ന് പറഞ്ഞ് ആര് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കാൻ ഒരിക്കലും പാടില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ആ ദിവസത്തോടു കൂടി, ഹജ്ജത്തുൽ വിദാ എന്ന പ്രസംഗത്തോടു കൂടി അല്ലാഹു അവന്റെ ദീനിനെ നമുക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അതിലേക്കൊന്നും കൂട്ടാനോ അതിൽ നിന്ന് കുറക്കാനോ ആർക്കും അവകാശമില്ല. അങ്ങനെ ചെയ്താൽ അവൻ ചെയ്യുന്നത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ആ വഴികേടെല്ലാം ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ്. എന്നിട്ട് അവിടെ കൂടിയ തടിച്ചുകൂടിയ സഹാബത്തിനോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഹലാ അൽ ബല്ലഗ്തു, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? പ്രവാചകന്റെ ബാധ്യത നിറവേറ്റിയ, പ്രവാചകന്റെ ഉത്തരവാദിത്വം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അറഫ സംഗമത്തിൽ വെച്ച് ചോദിക്കുകയാ, ഹലാ അൽ ബല്ലഗ്തു, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? അവര് പറഞ്ഞു, അതേ റസൂലെ, എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഈ സമൂഹത്തിന് ഞാൻ എത്തിക്കാനുള്ളത് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം റസൂൽ പറഞ്ഞു, ഫൽയുബല്ലിഗു ശാഹിദുൽ ഗായിബ, ഇന്നിവിടെ സംഗമിച്ച ആളുകൾ, എന്റെ ഖുതുബ കേട്ടവർ, എന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയവർ, മനസ്സിലാകാത്ത ഇവിടെ ഹാജരില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. ബല്ലിഗു അന്നി വലൗ ആയതൻ, എന്നിൽ നിന്നൊരു ആയത്തെങ്കിലും നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കണം എന്ന ആ ഒരു വാക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് തന്റെ കുതിരകൾ, തന്റെ വാഹനങ്ങൾ ഏത് ഭാഗത്തേക്കാണോ ആ സംഗമത്തിൽ അവർ തിരിച്ചു നിർത്തിയത്, ആ ഭാഗത്തേക്ക് അവർ പോയി ദീന വിളംബരം നടത്തിയത്, ദീനെ പ്രചരിപ്പിച്ചത്. ആ പ്രചരണത്തിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലേക്ക് വരെ വന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രവാചകന്റെ വാക്കേറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഹിദായത്ത് കിട്ടിയത്. ആ വാക്കേറ്റെടുത്തുകൊണ്ട് ആളുകൾ പ്രബോധനം ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ ഹിദായത്ത് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ബല്ലിഗു അന്നി വലൗ ആയത്തൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, പ്രവാചകന്റെ ഹദീസ് കയ്യിലുണ്ട്.
അതിലുള്ള ഒരു ആയത്തെങ്കിലും ഒരു വചനമെങ്കിലും അറിയാത്ത ആളുകൾക്ക്, സത്യം മനസ്സിലാക്കാത്ത നമ്മുടെ അയൽവാസികൾക്ക്, കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക്, ഈ ലോകത്തിന് നമ്മൾ എത്തിച്ചു കൊടുക്കണം. പ്രവാചകനെ നിയോഗിച്ചത് അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനാണ്. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തെ മാറ്റണം. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന്, കപട വിശ്വാസങ്ങളിൽ നിന്ന് യഥാർത്ഥ തൗഹീദി വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരേണ്ട ബാധ്യത ജനങ്ങളെ നിങ്ങൾക്കുണ്ട് എന്ന് അറഫാ ദിവസത്തിൽ വെച്ച് ഹജ്ജത്തുൽ വിദാഇലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് സഹോദരങ്ങളെ അറഫയുടെ പ്രാധാന്യം, പ്രത്യേകത. ആ ദിവസത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുന്ന ദിവസമാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. കൂടുതൽ കൂടുതൽ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുക, അതുപോലെ തന്നെ ഇബാദത്തുകളിൽ സജീവമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അറഫ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതയെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വിദാഇലൂടെ നമ്മെ ഉണർത്തിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക, മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുക. ഇനി ദുൽഹിജ്ജ, ഇന്നത്തെ ദിവസം 9 കഴിഞ്ഞ് നമ്മിലേക്ക് വരുന്ന ദുൽഹിജ്ജ 10, നാളെ യൗമുൻ നഹർ, ഈദുൽ അദ്ഹയുടെ ബലിപെരുന്നാളിന്റെ ദിവസമാണ്. വിശ്വാസികൾക്ക് അല്ലാഹു രണ്ടാമതായി അനുവദിച്ച ആഘോഷമാണ് ഈദുൽ അദ്ഹ. ആദ്യത്തേത് ഈദുൽ ഫിത്ർ, അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി റമദാനിന് ശേഷം. രണ്ടാമതായി ഈദുൽ അദ്ഹയാണ് നമുക്ക് അനുവദിക്കപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹ്, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമായ ദിവസം എന്ന് പറയുന്നത് യൗമുൻ നഹർ, ബലിയുടെ ദിവസമാണ്. ബലിപെരുന്നാളിന്റെ ഈദുൽ അദ്ഹയുടെ ദിവസമാണ്. സുമ്മ യൗമുൽ ഖർ, പിന്നെ ഖറിന്റെ ദിവസമാണ്. അതായത് മറ്റന്നാൾ ദുൽഹിജ്ജ 11, അതാണ് ഏറ്റവും മഹത്വമുള്ള രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത്. ഇനി സഹോദരങ്ങളെ, ബലിപെരുന്നാൾ നാളെ നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഓരോ പെരുന്നാളിലും അതിന്റെ സുന്നത്തുകൾ സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഒന്നാണ് നമ്മൾ കുളിച്ച് വേണം പള്ളിയിലേക്ക് വരാൻ. നേരെ വൈകിയെന്ന് വിചാരിച്ചു പല ആളുകളും കുളിക്കാതൊക്കെ മുസല്ലയിലേക്കൊക്കെ വരാം. ചില സമയത്ത് രാത്രി വൈകി ഉറങ്ങുന്ന ആളുകൾ ഉണ്ടാവും, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ. അതുപോലെ തന്നെ ഉള്ളതിൽ നമ്മൾ ഏറ്റവും നല്ല വസ്ത്രം, പുതുവസ്ത്രം ധരിച്ചു വേണം മുസല്ലയിലേക്ക് എത്താൻ, നമസ്കാരത്തിലേക്ക് എത്താൻ. പിന്നെ സുന്നത്തായി പഠിപ്പിച്ച അഹ്ലുൽ ഇൽമി യസ്തഹിബ്ബൂന അത്വീബ വസ്സീന ഫീ കുല്ലി ഈദ്, എല്ലാ പെരുന്നാളിലും അലങ്കാരവും സുഗന്ധവും പ്രവാചകൻ സുന്നത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ലാ യഖ്റുജു യൗമുൽ ഫിത്ർ ഹത്താ യത്അം, ചെറിയ പെരുന്നാളിന് പ്രവാചകൻ ഭക്ഷണം കഴിച്ചിട്ടാണ് നമസ്കാരത്തിലേക്ക് വന്നിരുന്നത്. എന്നാൽ വലാ യത്അം യൗമുൽ അദ്ഹ ഹത്താ യുസല്ലി, ബലിപെരുന്നാളിന് നമസ്കാരത്തിന് ശേഷമാണ് പ്രവാചകൻ ഭക്ഷണം കഴിച്ചിരുന്നത്. അത് മറ്റൊരു സുന്നത്ത്. അതുപോലെ തന്നെ ഇദാ കാന യൗമുൽ ഈദ് ഖാലഫ ത്വരീഖ്, ഈദിന്റെ ദിവസം പ്രവാചകൻ വഴികൾ വ്യത്യസ്തമാക്കിയിരുന്നു. ഈദിലേക്ക് പോകുന്നത് ഒരു വഴി, വരുന്നത് മറ്റൊരു വഴി. അത് ബന്ധങ്ങൾ പുതുക്കാൻ, കൂടുതൽ ആളുകളെ കാണാൻ, ഈദിന്റെ ആശംസകളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ പെരുന്നാളിനില്ലാത്തൊരു പ്രത്യേകത ബലിപെരുന്നാളിനുണ്ട്. ശവ്വാൽ മാസപ്പിറവി മുതൽ നമസ്കാരം തുടങ്ങുന്നത് വരെയാണ് ചെറിയ പെരുന്നാളിൽ നമ്മൾ തക്ബീർ ചൊല്ലാറുള്ളത്. എന്നാൽ ബലിപെരുന്നാളിന്റെ പ്രത്യേകത തന്നെ സയ്യിനു ഈദക്കും ബിത്തക്ബീർ, തക്ബീറുകൾ കൊണ്ടാണ് നിങ്ങൾ ഈദിനെ, പെരുന്നാളിനെ അലങ്കരിക്കേണ്ടത്, ആഘോഷിക്കേണ്ടത്.
يبدأ التكبير في يوم الأضحى من فجر يوم عرفة. അറഫയുടെ പ്രഭാതം മുതൽ ഇന്ന് നമുക്ക് അറഫയുടെ പ്രഭാതം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് മുതൽ നമുക്ക് തക്ബീർ ചൊല്ലാം. ഏതുവരെ? ഇലാ ഗുറൂബി ശംസി അൽ യൗമു الثالث من أيام التشريق. അതായത് അയ്യാമുൽ തശ്രീഖിന്റെ 3-ാം ദിവസം ദുൽഹിജ്ജ 13 വരെ നമുക്ക് തക്ബീർ ധ്വനികൾ മുഴക്കാം. അങ്ങനെ സയ്യിനു ഈദക്കും ബിത്തക്ബീർ, ആ തക്ബീർ ധ്വനികളിലൂടെ ആയിരിക്കണം നിങ്ങൾ പെരുന്നാളിനെ ആഘോഷിക്കേണ്ടത്. അതുപോലെ തന്നെ സ്വല്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹർ, ബലിപെരുന്നാളിന്റെ ദിവസം പെരുന്നാൾ നമസ്കാരം പ്രവാചകൻ നിർവഹിച്ചു. ثم ഖുതുബ നിർവഹിച്ചു. ثم ذبح, പിന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ബലികർമ്മം അത് നിർവഹിച്ചു. അത് മറ്റൊരു ഇബാദത്ത് ആ നമസ്കാര ശേഷം നമുക്ക് നിർവഹിക്കാനുണ്ട്. ആ കർമ്മത്തിൽ നമ്മൾ ഭാഗവാക്കാവുക. ഒരുവിനറക്കുന്നതിലും അത് വിതരണം ചെയ്യുന്നതിലും അതിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ സജീവമായി പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈദിനെ നല്ല രൂപത്തിൽ ആഘോഷിക്കാനുള്ള തൗഫീഖ് ആയുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന്, ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പ്രയാസം സഹിച്ച് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയ ഹജ്ജിമാരുണ്ട്. അള്ളാഹു അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാക്കി കൊടുക്കുമാറാകട്ടെ. ഹജ്ജിന് ശേഷം സ്വദേശത്തേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് അള്ളാഹു ആയുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുന്ന ഇന്നത്തെ അറഫ നോമ്പ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരവും അതുപോലെ തന്നെ മറ്റു ഇബാദത്തുകളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ, തൗഹീദിൽ അധിഷ്ഠിതമായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിൻപറ്റുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണ ശമൻ നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അയൽവാസികളായി, കുടുംബക്കാരായി, നാട്ടുകാരായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.